ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. NDAയുടെ മുഖ്യമന്ത്രി ആരെന്നതിൽ നേതാക്കൾക്കിടയിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. കോൺഗ്രസിന്റെ 40 അംഗ താരപ്രചാരകർ ഉടൻ ബീഹാറിലെത്തും. അതിനിടെ വീണ്ടും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ JDUവിൽ നിന്ന് സിറ്റിംഗ് MLA ഉൾപ്പെടെയുള്ള നേതാക്കളെ പുറത്താക്കി. ഉത്തരേന്ത്യ ഛഠ് പൂജ നിറവിലാണ്. ബീഹാറിലെ പാർട്ടി ആസ്ഥാനങ്ങളെല്ലാം ആളൊഴിഞ്ഞ പൂരപ്പറമ്പുകളാണ്. നാളെ മുതൽ ദേശീയ നേതാക്കളെ രംഗത്തിറക്കി തെരഞ്ഞെടുപ്പുകളും ചൂടുപിടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇരു മുന്നണികളും. മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക നാളെ പുറത്തിറക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നാലെ സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 40 അംഗ താരപ്രചാരകരും എത്തുന്നതോടെ ചിത്രം തെളിയും. അതിനിടെ സീമാഞ്ചൽ മേഖലയിൽ വഖഫ് നിയമ ഭേദഗതി ഉയർത്തിയുള്ള പ്രചാരണമാണ് തേജസ്വി നയിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള JDU LJP പോരുമുറുകുന്ന പശ്ചാത്തലത്തിലും നിതീഷ് കുമാറിനെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ BJP നേതാക്കൾ തയ്യാറായിട്ടില്ല. JDU നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു സിറ്റിംഗ് MLAയും 2 മുൻ മന്ത്രിമാരും ഉൾപ്പെടെ 16 നേതാക്കളെ JDU പുറത്താക്കി. വികസന കുതിപ്പിന് വീണ്ടും NDA സർക്കാർ അധികാരത്തിൽ വരണമെന്ന പരസ്യവാചകങ്ങൾ പാർട്ടി ആസ്ഥാനങ്ങളിൽ നിറയുമ്പോഴും പാർട്ടിക്കുള്ളിലെ ചേരിപ്പോരും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും NDA മുന്നണിക്ക് തലവേദന ഉയർത്തുകയാണ്. ബീഹാറിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം സജു തോമസ്, മീഡിയ 1.